ഹലോ നമസ്കാരം. കേരളത്തിലെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മലയാളത്തിലെ സുന്ദരി കുട്ടികളിലൂടെ ചായങ്ങൾ തീർക്കുന്ന സൗന്ദര്യ മത്സരവേദി ഇൻസ്പയർ പ്രസൻസ് സുന്ദരിക്കുട്ടി സീസൺ 5ന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്നേഹവും അതുപോലെ തന്നെ ആഹാരപ്രേമവും ഇത്തിരി അധികം കൂടുതലുള്ള കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി എത്തുന്നത്. ആ സുന്ദരി മണിയുടെ പേര് അവനി എ രജീഷ് എന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്താലോ? അവനിക്കുട്ടി, ഹായ് അവനി. സുഖമാണോ? ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ അവനി, ഇവിടെ സുന്ദരിക്കുട്ടിയിൽ വന്നു അല്ലേ? വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ട്, നാട്ടിലും വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നേ? ആണല്ലേ. എന്താ പറഞ്ഞത് അവരോടൊക്കെ? ഞാൻ സുന്ദരിക്കുട്ടി പോന്നാണ്. ഞാൻ സുന്ദരിക്കുട്ടി പോവാണെന്ന് പറഞ്ഞല്ലേ? അപ്പൊ അവരൊക്കെ എന്തു പറഞ്ഞു? നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞോ? ഓക്കെ. അവനയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ? അച്ഛൻ, അമ്മ, അനിയത്തി, അച്ചാച്ചൻ, അച്ഛമ്മ. അപ്പൊ ചേച്ചി പെണ്ണാണ് അല്ലേ? അനിയത്തി വാവയൊക്കെ ഉണ്ടല്ലേ? അനിയത്തിക്ക് എത്ര വയസ്സുണ്ട്? 3 വയസ്സ്. 3 വയസ്സുള്ള കുഞ്ഞു വാവയാണല്ലേ അവള്? ഓക്കെ. തല്ലു പിടിക്കാറുണ്ടോ നിങ്ങള്? ചേച്ചി പെണ്ണ് തല്ലു പിടിക്കോ? ചേച്ചി പെണ്ണാണോ അനിയത്തി വാവയാണോ തല്ലു പിടിക്കുക? അനിയത്തിയാണ് തല്ലു പിടിക്കുക. അവള് കുറുമ്പിയാണോ? എത്ര വയസ്സ്? എന്താ ചെയ്യുന്നേ അവള്? എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാ കുറുമ്പ്? എല്ലാ കുറുമ്പും കാണിക്കും അല്ലെ? എന്നാലും എന്തെങ്കിലും കാര്യത്തിനൊക്കെ നിങ്ങൾ തല്ലു പിടിക്കില്ല. അത് എന്തിനാ? അങ്ങനെ തല്ലു പിടിക്കില്ല അല്ലേ? ഓക്കേടാ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോകാൻ റെഡിയാണോ? എന്താ നമ്മുടെ ആദ്യത്തെ റൗണ്ട്? റാംബ് വാക്ക്. ഓക്കെ. അപ്പൊ നമുക്ക് അവനിക്കുട്ടിയുടെ ട്രഡീഷണൽ റാംബ് വാക്ക് കാണാം. അവനിയുടെ പല്ല് കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് ചിരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന 2 പല്ലുകളാണ് അല്ലേ? സുന്ദരി കുട്ടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു റാംബോക്കൊക്കെ? തകർത്തു. നല്ലൊരു ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. ജഡ്ജസ് അങ്ങ് ഇംപ്രസ് ആയെന്ന് തോന്നുന്നല്ലേ? എന്ത് തോന്നുന്നു അവരുടെ മുഖത്ത് നോക്കിയിട്ട്? അവരുടെ മുഖം കണ്ടിട്ട് എന്താ തോന്നുന്നേ? നാണം തോന്നുന്നു ജഡ്ജസിനെ കണ്ടിട്ട്. ആ നാണം മാറാൻ നമുക്ക് അവരോട് കുറച്ച് വിശേഷം പറഞ്ഞാലോ? അവർ വിശേഷം കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളുകളാ. നോക്കി, ഇപ്പൊ നാണം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് നമുക്കൊന്ന് വിശേഷം പറഞ്ഞാലോ? ഓക്കെ. അപ്പൊ നമുക്ക് അവനിക്കുട്ടിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് അവനി എ രജീഷ്. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വളർന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് രജീഷ്. എൻ്റെ അച്ഛനൊരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. എൻ്റെ അമ്മേൻ്റെ പേര് അമൃത. അമ്മ വീട്ടിൽ തന്നെയാണ്. എനിക്കൊരു കൊച്ചു അനിയത്തിയുണ്ട്. അവളുടെ പേര് ആൻവി എ രജീഷ്. അവളെ ഞങ്ങൾ മീനുട്ടി എന്നാണ് വിളിക്കുക. എനിക്ക് അച്ചാച്ചനുമുണ്ട്, അച്ഛമ്മയുണ്ട്. എൻ്റെ സ്കൂളിൻ്റെ പേര് MLP വളം സ്കൂൾ. MLP വളം സ്കൂളിൽ 1ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ചിലമ്പൊലി നാട്യകലയത്തിൽ ഭരതനാട്യം പഠിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ സംഗീതവും പഠിക്കുന്നുണ്ട്. എൻ്റെ ഹോബി ഡാൻസിങ്, മോഡലിങ്. എനിക്ക് വലുതായിട്ടൊരു നടിയാവാനാണ് ആഗ്രഹം. എനിക്ക് അച്ഛനോട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സുന്ദരിക്കുട്ടി സീസൺ 5 എനിക്ക് വരാൻ സാധിച്ചത് താങ്ക് യു. ഓക്കെ. അപ്പോൾ ഡാൻസ് പഠിക്കുന്നു, പാട്ട് പഠിക്കുന്നു, ഇപ്പൊ മോഡലിംഗ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നേ? ഒരു വലിയ കുട്ടിയെ പോലെ ചെയ്യാണല്ലേ ഇതൊക്കെ? ഓക്കെ. അപ്പൊ നമുക്ക് കമന്റ് ചോദിക്കാം അല്ലേ? പൂജ മാമിന്റെ അടുത്ത് കമന്റ് ചോദിച്ചാലോ? ഓക്കെ മാം, പ്ലീസ്. അവനിക്കുട്ടി, എന്തോ? ആ പല്ലൊന്നും ഇല്ലാത്ത ചിരി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. നല്ല വോക്കായിരുന്നു. മോൾ എത്രയിലാ പഠിക്കുന്നേ? 1ാം ക്ലാസ്.
1ാം ക്ലാസ്സിലാണല്ലേ. നല്ല രസമുണ്ടായിരുന്നു. വാക്കും ഒക്കെ ഭയങ്കര ജെൻറ്റലായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് വാക്ക് ചെയ്തു. ആ കോസ്റ്റ്യൂം ഫോൾഡ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. ഭയങ്കര മൈന്യൂട്ട് സംഭവങ്ങൾ വരെ എടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൻ്റെ സെൽഫ് ഇൻട്രോ എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഒരു രീതിയായിരുന്നു അത് പറയാൻ. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ അത് നോട്ട് ചെയ്യണമെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ആ ഒരു ഫ്ലോ ഭയങ്കര ഡിഫറെൻ്റ് ആൻഡ് യുണീക്ക് ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇങ്ങനെ നല്ല രസമായിട്ട് അടുത്ത ഓരോ ഘട്ടത്തിലും മോൾക്ക് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ അവനിക്കുട്ടി, സന്തോഷായില്ലേ? ഇപ്പം നാണം ഉണ്ടോ? ഇപ്പം നാണം പോയല്ലേ അവരെ നോക്കിയേ? താങ്ക് യു ജഡ്ജസ് എന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞു. ഒരു ഹായ് കൊടുത്തിരുന്നോ അവർക്ക്? ഒരു ഹായ് കൊടുത്തേക്ക്. ഹായ് ജഡ്ജസ്. ഹായ്. എൻ്റെ നാണം മാറി എന്നും കൂടെ പറഞ്ഞേക്കൂ. എൻ്റെ നാണം മാറി. എൻ്റെ നാണം മാറി. ഓക്കെ, അപ്പം നാണം മാറിയ കുട്ടി അടുത്ത റൗണ്ടിൽ ഇനി എങ്ങനെയാണ് ഡാൻസ് ചെയ്യുക? മോഡലായിട്ടാണ്. മോഡലായല്ലോ ഇപ്പോൾ. ഇനിയിപ്പോൾ ഡാൻസ് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? തകർത്ത് ചെയ്യില്ലേ? ഓക്കെ, അപ്പം നമുക്ക് അവനിക്കുട്ടിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് കാണാം.
വിഴുമിൻ കണവൻ കള്ളനെന്ന സംശയത്തിൽ തമ്പ്രാക്കൾ കൊന്നേ അവനെ തമ്പ്രാക്കൾ കൊന്നേ അന്നു ഞാൻ ഇറങ്ങി വളയം കൊണ്ട് അരിവാങ്ങാൻ വേറെ പണിയില്ലാതെ എന്റെ ശോക കഥ കേട്ടാൽ കരഞ്ഞു പോകും മായും ഇരുട്ടും മുൻപിന്റെ കൊടിയിലെത്തേണം പെൺപിള്ള താനേ ഞാനും പെൺപിള്ള താനേ ഞാനും പെൺപിള്ള താനേ ഞാനും. അവനിക്കുട്ടി കുറച്ചു നേരം കുപ്പിവെള്ളം ഞാൻ പിടിച്ചാലോ? കുറച്ചു നേരം ഞാൻ വിൽക്കാല്ലേ ഇനി കുറച്ചു നേരം? കുപ്പിവെള്ളയൊക്കെ വിറ്റ് ഞങ്ങളെ അങ്ങ് രസിപ്പിച്ച് കളഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയൊക്കെ സ്റ്റേജ് മുഴുവൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. നല്ല സുന്ദരി വാവയായിരുന്നു കേട്ടോ. നമുക്ക് കമൻറ്റ് ചോദിക്കാം. പക്ഷെ കമൻറ്റ് പറയില്ല അവര്. അല്ലേ സലാം ബാബൂസ്? ഇപ്പോൾ കമൻറ്റ് പറയില്ലല്ലോ. പറയണമെങ്കിലുണ്ടല്ലോ അഭിനയം കൂടി കാണണം. എന്താ ഇന്നലെ ചെയ്തിരിക്കുന്നേ? കഴിഞ്ഞ ദിവസം അഭിനയം എന്താ? ആരായിട്ടാ അഭിനയിച്ചേ? നമുക്ക് കണ്ടു നോക്കാം അല്ലേ? വെറുതെ സസ്പെൻസ് കളയണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അവനിക്കുട്ടിയുടെ റീല് കാണാം. എന്നെ എന്തിനാ പോലീസുകാരിൽ നിന്ന് രക്ഷിച്ചത്? നീ എന്റെ ക്ലാസ്മേറ്റ് ആയിപ്പോയി. അത്രേ ഉള്ളൂ? അങ്ങനെയാണെങ്കിൽ പേഴ്സണകത്ത് ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പ് ഫോട്ടോ അല്ലേ വെക്കേണ്ടത്? ഇതിപ്പോ എന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അവിടെ കിടന്ന് കിട്ടിയതാ. എന്താണല്ലേ അഭിനയിച്ചത്? ആരുടെ ആയിരുന്നു അത്? ആരായിട്ടാ അഭിനയിച്ചേ അറിയാവോ? ആരായിട്ടാ? കാവ്യ ചേച്ചിയായിട്ടാ അഭിനയിച്ചത്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അല്ലേ? നമുക്ക് ആരോട് ചോദിക്കണം? കാവ്യ ചേച്ചിനെയൊക്കെ പോലെ അഭിനയിക്കുന്ന നമ്മുടെ ജഡ്ജി മാമിനോട് ചോദിച്ചാലോ? അൻവരിയ മാം. മോളു എന്തോ നല്ല ഡ്രസ്സാണല്ലോ. താങ്ക് യു. അതുപോലെ തന്നെ എന്താ പറയുക, നന്നായിട്ട് തന്നെ മോള് പെർഫോം ചെയ്തു. ഡാൻസ് നന്നായിട്ട് കളിച്ചു. പക്ഷേ എവിടെയോ ഇടയ്ക്ക് വെച്ച് എന്താ പറയുക, ഞങ്ങളെ നോക്കി ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇനി. അതിൽ ശ്രദ്ധിച്ച് അങ്ങനെ തന്നെ നേരെ നോക്കി കളിക്കണം. ഞങ്ങളെ ആരെയും നോക്കരുത്, പാരൻസിനെ നോക്കരുത്, ജഡ്ജസിനെ നോക്കരുത്, ആരെയും നോക്കരുത് കേട്ടോ. പക്ഷെ മോൾ ഓവറോൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. സന്തോഷമായോ? അപ്പോൾ അവർ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു വാവയുടെ അടുത്തുനിന്ന്. അപ്പോൾ അടുത്ത തവണ ആ പ്രതീക്ഷ നമുക്ക് നിറവേറ്റി കൊടുക്കാമല്ലോ. അടുത്ത റൗണ്ട് എന്താണെന്നറിയാമോ? വെസ്റ്റേൺ റൗണ്ടാണ്. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് വരില്ലേ? സ്റ്റൈലായിട്ട് വന്ന് അവരുടെ പ്രതീക്ഷയൊക്കെ അവരെ ഞെട്ടിക്കണം. റെഡിയാണോ? ഓക്കെ, അപ്പം നമുക്ക് അവനിക്കുട്ടിയുടെ വെസ്റ്റേൺ റൗണ്ട് കാണാം. നല്ലൊരു ക്യൂട്ട് ഗേളായിട്ട് രണ്ട് സൈഡിലെ മുടിയൊക്കെ കെട്ടി. ക്രൗൺ മസ്റ്റ് ആണല്ലേ ഞങ്ങൾക്ക് ക്രൗൺ ഒരു വീക്ക്നെസ്സാണ്. ഞങ്ങൾ എവിടെ പോയാലും ക്രൗൺ വെക്കും അല്ലേ? എപ്പോഴും ക്രൗൺ വെക്കാൻ ഇഷ്ടമുള്ള ആളല്ലേ? ഞാൻ എപ്പോൾ കണ്ടാലും ക്രൗൺ ഉണ്ട് തലയിൽ. രാജകുമാരിയാണോ? പ്രിൻസസ് ആണ് എപ്പോഴും തലയിൽ ക്രൗൺ വെക്കുക ആണോ? കൊച്ചൊരു രാജകുമാരിയാണല്ലേ വീട്ടിലെ? ഓക്കെ, അപ്പം നമുക്ക് ചോദ്യം ചോദിച്ചാലോ രാജകുമാരിയുടെ അടുത്ത്? ചോദിക്കാൻ പറയാം അല്ലേ? സലാം ബാപ്പൂസ്, മോളോട് ഒരു ചോദ്യം ചോദിക്കാമോ? മോളെ, എന്തോ മോൾക്ക് ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അല്ലെങ്കിൽ സ്ഥലം ഏതാണ്? എന്തുകൊണ്ട്? ഒന്ന് പറയാവോ? ബീച്ച്. ബീച്ച്. ഓക്കെ, എന്തുകൊണ്ടാണ് ബീച്ച് ഇഷ്ടപ്പെടാൻ കാരണം? വെള്ളം കാണുമ്പോൾ സന്തോഷിക്കും. സന്തോഷം, വെള്ളം കാണുമ്പോൾ സന്തോഷം. നമ്മൾ ഒരേ വൈബാ, എനിക്കിഷ്ടമായി. പിന്നെ അച്ഛനോട് പറയണം ഈ ബീച്ചും പാർക്കും ഒന്നും അല്ല, കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരണം എന്ന് പറയണം. ഇപ്പോൾ ഇന്നെ പോയിട്ട് പറയണം കേട്ടോ.
കേട്ടാ. ഇഷ്ടമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കാണിച്ചു തരണം എന്ന് പറയാം കേട്ടാ. എന്നിട്ട് നല്ല ട്രാവൽ ചെയ്യും കേട്ടാ. ട്രാവലിംഗ് ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ്, വളരെ കൂളാവാൻ പറ്റുന്ന പരിപാടിയാണ് കേട്ടോ. അച്ഛനോട് പറയില്ലേ, ഞാൻ പറഞ്ഞു എന്ന് പറയണം കേട്ടാ. ഈ പാർക്കും ബീച്ചും കാണിച്ച് പറ്റിക്കണ്ട, ഞങ്ങൾ വേറെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകണം എന്ന് പറയും കേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. ഓക്കെ മോളെ, ഞങ്ങൾ ഇത്ര നേരം ഞങ്ങളോട് കൂടെ ഇരുന്നതിനും താങ്ക്സ്, ഞങ്ങളുടെ 3 പേരുടെയും വകയായിട്ട്. ഓക്കെ ഓക്കെ അവനിക്കുട്ടി, അപ്പോ അവരുടെ ഫ്ലൈയിങ് കിസ് ഒക്കെ കിട്ടി, സന്തോഷായോ? ഓക്കെ, ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലേ, കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനിയിപ്പോ എന്താകും വലുതാവുമ്പോ? നടിയാവും, മോഡലാവില്ലേ? മോഡലും ആവും. അപ്പൊ വലിയ മോഡലും വലിയ നടിയൊക്കെ ആവട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് പറയാലോ സുന്ദരിക്കുട്ടിയിലെ കുട്ടിയാണിതെന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൗന്ദര്യത്തിന്റെ പുതിയ കുഞ്ഞി സങ്കല്പം തീർക്കാനായിട്ട് അടുത്തതായി എത്താൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള സുന്ദരിക്കുട്ടിയാണ്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം നിയ സൂസൻ കോശി. നിയക്കുട്ടി. ഹായ് നിയ. ഹായ്. സുഖമായിട്ടിരിക്കുന്നോ നിയക്കുട്ടി? യെസ്. ഓക്കെ, എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷം? നാട്ടിൽ പ്രത്യേക വിശ്വാസമൊന്നുമില്ല. ഓക്കെ, നിയക്കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ. ചേട്ടനൊക്കെ ഉണ്ടോ? എത്ര വലിയ ചേട്ടനാ? 15 ഇയേഴ്സ്. വലിയ ചേട്ടൻ ഉണ്ടല്ലേ? ആഹാ. അപ്പൊ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞു തരിക? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാറുണ്ടോ ചേട്ടൻ? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഓക്കെ. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്നറിയാമോ നിയക്കുട്ടി? നമ്മളുടെ ആദ്യത്തെ 2 ഇതിനു മുമ്പുള്ള പ്രിലിമിനറി റൗണ്ടുകളില്ലേ, അതിൻ്റെ വീഡിയോ ഞാനൊരു ദിവസം നിയക്കുട്ടിയുടെ കണ്ടോ. അപ്പോൾ നിയക്കുട്ടി നല്ല ഭംഗിയായിട്ട് പാട്ട് പാടും എന്നൊക്കെ പറയുന്ന കേട്ടു. അതിൽ ശരിയാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 വരി പാടാൻ പറ്റുമോ? ഓക്കെ, അടിപൊളി. എന്നാ പാടിക്കോ. മനത്തെ മാറിക്കുറുമ്പി പിയല്ലേ പിയല്ല പൊന്നേ, മാനത്തെ നൂതനാട്ടിൻ നീയുറങ്ങാരോ, വാവാവം പാടിയുറക്കാനില്ലെൻ അമ്മയും പൊന്നേ, ചാരത്തെ നൂതനാട്ടിൻ നീയുറങ്ങാരോ. പാട്ടൊക്കെ പാടാൻ പറഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് പാടിയല്ലേ, ഭയങ്കര എനർജി ആയിട്ടിരിക്കുകയാണല്ലേ. ഇനി അപ്പൊ എന്താ ചെയ്യേണ്ടി വരിക? റാമ്പ് വാക്ക് ആണ്. അപ്പൊ ഈ എനർജിയോട് കൂടിയുള്ള ഒരു റാമ്പ് വാക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാലോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നിയക്കുട്ടിയുടെ ട്രഡീഷണൽ റാമ്പ് വാക്ക് ആണ്. നല്ല റാമ്പ് വാക്ക് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് ജഡ്ജസ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയും. അതിനു മുമ്പ് നമുക്ക് സെൽഫ് ഇൻട്രഡക്ഷനിലേക്ക് നേരെ പോയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് നിയയുടെ സെൽഫ് ഇൻട്രഡക്ഷൻ കേൾക്കാം. If you believe in yourself, anything is possible. Hello, I am Nia Susan Koshi, coming from Trantrim. I'm studying 3rd standard at St. Thomas Secondary School, Mukoda. My family includes my father, my mother, and my older brother. My father, Koshi Jan, he's working in Kuwait. My mother, Sobi Koshi, is a housewife. I am passionate in dancing, singing, drawing, and acting. My ambition is to become a soldier, keeping my passion in modeling. Yes, that's why I'm here. Thank you all. ഓക്കെ, നല്ലൊരു ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് പറഞ്ഞല്ലേ? വേറെ ഏതോ ഒരു രാജ്യത്ത് നിന്ന് വന്ന കുട്ടി പറയുന്ന പോലെ ഉണ്ടായിരുന്നു. മലയാളി കുട്ടി തന്നെ അല്ലേ? ആണോ? ഓക്കെ, അപ്പം നമുക്ക് കമന്റ് ചോദിക്കാം. ഓക്കെ, അൻവരിയ മാം. നിയക്കുട്ടി. ഹായ്. ഹായ്. നിയക്കുട്ടിയുടെ ഇൻട്രോ കേട്ടപ്പം അഖില പറഞ്ഞ പോലെ തന്നെ
മലയാളിക്കുട്ടിയാന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. വേറെ എവിടെയോ ഒരു ഇംഗ്ലീഷ് കാര്യം വന്ന് സംസാരിക്കുന്ന ഒരു ഫോറിനർ വന്ന് സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത്. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നല്ല ഫ്ലുവൻ്റായിട്ട് കോൺഫിഡൻസോടുകൂടി പറഞ്ഞു. അതുപോലെ തന്നെ ഡ്രസ്സ് നന്നായിരുന്നു. നല്ലൊരു ട്രഡീഷണൽ വെയർ ആയിരുന്നു. വോക്കിങ്ങും എല്ലാം നന്നായിരുന്നു. ഇത് മുന്നോട്ടുള്ള റൗണ്ടുകളിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാം. നിയ എന്നല്ലേ പേര് പറഞ്ഞേ? യെസ്, എൻ്റെ മോളുടെ പേരാണ് നിയ. ഓക്കെ. അപ്പോൾ ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ നിയക്കുട്ടി, അപ്പോൾ നമ്മുടെ ആൻമരിയ മാമിൻ്റെ മോളുടെ പേര് നിയ എന്നാണെന്ന്. അപ്പോൾ മാമിന് ശരിക്കും പറഞ്ഞാൽ മോളെയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? മോൾ ഇതുപോലെയൊക്കെ സംസാരിക്കുമോ മാം? ഇതുപോലെ സംസാരിക്കും. ഓക്കെ, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ നിയക്കുട്ടി, ഇനിയിപ്പോൾ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കിഡിലായിരുന്നു ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ ജഡ്ജസ് എന്താ പറഞ്ഞത്? റാംബോക്കും അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഡാൻസ് എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കും. അപ്പോൾ ഒന്ന് നമുക്ക് കണ്ടാലോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിയക്കുട്ടിയുടെ ഒരു അടിപൊളി ഡാൻസ് കണ്ടിട്ട് തിരികെ വരാം. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. എരിവെറ്റിയ ഒറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജടകെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂ മലര്, കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. ദിക്കുകൾ നാലട്ടും പൊട്ടിയടരും പടക്കോപ്പുകൾ കൂടുന്നേ, ഈ കലികാലത്തിൻ പോർക്കലി തീർപ്പാൻ ശ്രീനകലി നീ വേണം. കുടിതാളത്തിലാടിയ താരന്റെ ഈ മകളെ ശ്രീകുറുമ്പേ, ഈ മകളെ ശ്രീകുറുമ്പേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. നിയക്കുട്ടി, ഹലോ. കരിങ്കാളിയല്ലേ പാട്ടാണല്ലേ കളിച്ചത്? യെസ്. ഇത് കാളിയായിട്ട് അങ്ങ് അഭിനയിച്ച് തകർത്തു. എനിക്ക് ചിലപ്പോഴൊക്കെ പേടിയായി കണ്ടപ്പോ. അപ്പൊ നല്ല എക്സ്പ്രഷൻസ് ഒക്കെ വരുന്ന ആളാണല്ലോ. നമുക്ക് റീൽസും കൂടി എന്നാലോ ഒന്ന് കണ്ടാലോ? യെസ്. ഓക്കെ, റീൽസിലേക്ക് പോവാം. യെസ്. എന്താ ഏട്ടത്തി? കോലോ മച്ച ആ ആളിനെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? അത് നേരിട്ട് പറഞ്ഞോളാം. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്സാ? വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ അത് ചെയ്താ മതി. ആരെ വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണി മാങ്ങയോ? ഉണ്ണിമായ. അലറണ്ട. അല്ല അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ? ആ അങ്ങനെ തന്നെ പറയണം. ആയിക്കോട്ടെ. അതെ, ഉണ്ണി മായ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ടേ. ഓക്കെ, ആറാം തമ്പുരാനിലെ ഡയലോഗാണല്ലേ? നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചു. നമുക്ക് ചോദിക്കാം കമന്റ്. നമുക്ക് ആരോട് ചോദിക്കാം? ഓക്കെ, സലാം ബാപ്പു സാറിനോട് ചോദിക്കണം. ഓക്കെ സാർ, പറഞ്ഞോളൂ. നന്നായി ചെയ്തു. എന്താ എക്സ്പ്രസീവ് ആയിരുന്നു ഡാൻസ്. അത് സ്റ്റേജ് മുഴുവൻ ഉപയോഗിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ആ കരിങ്കാളിയല്ലേ എന്നൊക്കെ പറഞ്ഞ ആ രൗദ്രഭാവമൊക്കെ നാവൊക്കെ നീട്ടിയില്ലേ? അങ്ങനെയല്ലേ ചെയ്തത്? ഭയങ്കര സ്ട്രെയിൻ ഉണ്ടോ അത് ചെയ്യുമ്പോൾ? അങ്ങനെയില്ല,
പക്ഷേ ഞങ്ങൾക്ക് സ്ട്രെയിൻ ഫീൽ ചെയ്തു. നല്ല നാവ് ഫുള്ളങ്ങ് പുറത്തിട്ട് അതിൻ്റെ ഒരു 100% എഫേർട്ട് എടുത്ത പോലെ ഫീൽ ചെയ്തു കേട്ടോ ഡാൻസിൻ്റെ കാര്യത്തിൽ. പിന്നെ എന്തായാലും പിന്നെ അതുപോലെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു മോള് എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ റീൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഞ്ജു വാര്യരുടെ വളരെ രസകരമായ സീനാണ് 6-ാം തമ്പുരാൻ എന്ന സിനിമയിൽ. വളരെ നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു സീനാണ് മോള് കാണിച്ചത്. നന്നായി ചെയ്തു. കുറച്ച് ഭയങ്കര അത് രണ്ട് തരത്തിലുള്ളൊരു സാധനമായിരുന്നു. ഗംഭീരമായിരുന്നു. പിന്നെ സോൾജിയർ ആവണം എന്നാണ് ആഗ്രഹം അല്ലേ? യെസ്. എന്തുകൊണ്ടാണത്? I love my country and I want to save my country from enemies. ഓക്കെ. അല്ല, എനിക്ക് നല്ല ആഗ്രഹം, എനിക്ക് വളരെ സല്യൂട്ട്. Thank you. ടോട്ടലി എനിക്ക് ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. Thank you, sir. ഓക്കെ നിയക്കുട്ടി, ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിലും റെഡ് കളർ ഡ്രസ്സാണല്ലോ. ഇതിലും റെഡ് കളർ ഡ്രസ്സ്, റീലും റെഡ് കളർ ഡ്രസ്സ്. ഫേവറേറ്റ് കളർ റെഡ് ആണോ? അല്ല. അല്ല, പിന്നെ എന്താ റെഡ് കളർ ചൂസ് ചെയ്യാൻ കാരണം? ആ തീവ്രത കാണിക്കാനാണ് അല്ലേ? ആണോ? 6-ാം തമ്പുരാനിലും അവൾ ഇട്ടേക്കുന്ന റെഡാണ്, കരിങ്കാളിക്കും റെഡാണ്. അപ്പൊ അതുകൊണ്ടാണല്ലേ, ആ ഒരു ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ളത് കൊണ്ടാണല്ലേ റെഡ് ചൂസ് ചെയ്തേ. ഫേവറേറ്റ് കളർ ഏതാ അപ്പോ? പിങ്ക്. പിങ്ക് കളറാണ്. അതെന്തുകൊണ്ടാ? ഐ ലവ് ഇറ്റ്. ഐ ലവ് പിങ്ക്. ഓക്കെ, എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കമന്റ് ഒക്കെ കിട്ടിയില്ലേ? യെസ്. ഇനിയിപ്പോ എന്താ? വെസ്റ്റേൺ റാമ്പ് വാക്ക്. വെസ്റ്റേൺ റാമ്പ് വാക്കിലേക്ക് പോകണം. അവിടെ എങ്ങനെ ചെയ്യും? അടിപൊളിയായിട്ട് തകർത്ത് ചെയ്യും. റെഡി അല്ലേ? യെസ്. യെസ്. അപ്പൊ നമുക്ക് നിയക്കുട്ടി തന്നെ പറഞ്ഞോളൂ എന്നാ എന്റെ വെസ്റ്റേൺ റാമ്പ് വാക്ക് കാണാമെന്ന്. ലെറ്റ്സ് ഗോ ടു മൈ വെസ്റ്റേൺ റാമ്പ് വാക്ക്. ഓക്കെ. എന്നെക്കാളും സ്പീഡിൽ വരികയാണല്ലേ റാമ്പിൽ നിൽക്കാൻ. അത്ര ഇഷ്ടമായോ റാമ്പ് ഇവിടുത്തെ? യെസ്. സുന്ദരിക്കുട്ടിയുടെ റാമ്പ് ഇഷ്ടമായി? യെസ്. ഓക്കെ. സുന്ദരിക്കുട്ടിയുടെ ജഡ്ജസിനെയോ? യെസ്. എങ്കിൽ അവരെ കൊണ്ടൊരു ചോദ്യം ചോദിപ്പിച്ചാലോ? യെസ്. എന്ത് പറയുന്നു? അപ്പൊ ഇഷ്ടം പോവോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പൂജാ മാമിനെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കാം. മാം പ്ലീസ്. നിയക്കുട്ടി, യെസ് മാം. you are looking so good. You are looking like a Jhansi Rani actually. വാക്ക് ഭയങ്കര സെക്സി ആയിരുന്നു. ഈ കോസ്റ്റ്യൂമിൻ്റെ കളറ് ഭയങ്കര ഫൈനായിട്ടുള്ളൊരു കളറാണ്. ഭയങ്കര ഗ്ലിറ്ററിങ് ഒക്കെ ആയിട്ട് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. അച്ഛൻ വർക്ക് ചെയ്യുന്നത് പുറത്തല്ലേ? യെസ്. ഓക്കെ. ഇപ്പം നാട്ടിലുണ്ടല്ലേ? യെസ്. ഓക്കെ, ലീവിന് വന്നതായിരിക്കും. യെസ്. ഓക്കെ. അച്ഛൻ പുറത്ത് പോകുന്ന സമയത്ത്, വർക്കിന് പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി അച്ഛനെ മിസ് ചെയ്യുമല്ലോ. യെസ്. മോസ്റ്റ്ലി അച്ഛനെ മിസ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഏതൊക്കെയാണ്? When I'm at the dinner table, when I go outside, mostly in the PT meetings. ഓക്കെ. PT മീറ്റിംഗ്സിനാണോ മിസ് ചെയ്യുന്നത്? Yes. ഓക്കെ. ഓക്കെ, കൂൾ. അതെന്താ, അമ്മ വന്നാൽ ശരിയാവില്ലേ? അങ്ങനെയല്ല, അമ്മയും അച്ഛനും വന്ന് രണ്ടുപേരും കൂടെ വന്ന ഒരു സന്തോഷം അല്ലേ? ഓക്കെ, നൈസ്. ആൻഡ് ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്നതിൽ വി ആർ സോ ഹാപ്പി. ഐ ഹോപ്പ് യു വിൽ ബി ഇൻ ദ ഗ്രാൻഡ് ഫിനാലെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ നിയക്കുട്ടി, അപ്പൊ ഹാപ്പി ആയല്ലോ? യെസ്. ഓക്കെ. ഇവിടെ ഒരുപാട് നല്ല പെർഫോമൻസുകളൊക്കെ ഞങ്ങൾക്ക് കാഴ്ചവെച്ചു. അഭിനയം അല്ലേ, റാമ്പ് വാക്ക്, സെൽഫ് ഇൻട്രൊഡക്ഷൻ, അങ്ങനെ എക്സെട്ര ഒരുപാട് പെർഫോമൻസുകൾ വേദിക്കകത്തും പുറത്തും നിന്ന് ഞങ്ങൾ കണ്ടു അല്ലേ? അപ്പോൾ എന്തായാലും മിടുക്കി കുട്ടിയാണ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഓക്കെ. ഓക്കെ. ഒരുപാട് വലിയ മോഡലാവട്ടെ, സൂപ്പർ മോഡലാവട്ടെ. അതല്ലേ ആഗ്രഹം പറഞ്ഞേ? സൂപ്പർ മോഡൽ ആവണ്ടേ നമുക്ക്? ഓക്കെ, അപ്പോൾ വലിയ മോഡലാവട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നക്ഷത്ര തിളക്കമുള്ള കണ്ണും അതുപോലെ തന്നെ കുറച്ച് കുറുമ്പുമായിട്ടുള്ളൊരു മത്സരാർത്ഥിയാണ് അടുത്തതായിട്ട് നിങ്ങളെ കീഴടക്കാനായിട്ട്, നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ഇവിടെ എത്താൻ പോകുന്നത്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി ആ വികൃതിക്കുട്ടിയെ സ്വാഗതം ചെയ്യാം. സാൻവി ശരത്ലാൽ.
സാനിക്കുട്ടി, അവിടെ നിന്നേ റാംബോക്കൊക്കെ ചെയ്തിട്ടാണല്ലേ വരുന്നത്. പല്ലില്ലല്ലോ. അച്ചു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഫ്രണ്ടിൽ പല്ലൊന്നും ഇല്ലല്ലോ. എവിടെ പോയി പല്ല്? പൊഴിഞ്ഞു പോയല്ലേ പല്ല്. ഇനി സുന്ദരിയായിട്ടുള്ള പല്ല് വരും അല്ലേ? ഓക്കെ. സാനിക്കുട്ടി, സ്കൂളിൽ വെച്ചാണോ പല്ല് പോയേ? അല്ല. സ്കൂളിലൊക്കെ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ എല്ലാവരോടും വികൃതി കാണിച്ചിട്ട് എല്ലാവരെയും കുറുമ്പിയായിട്ട് വെച്ചിരിക്കുകയാണോ? അല്ല, എനിക്കൊരു ഇഷ്ടപ്പെട്ട ടീച്ചർ. എനിക്കൊരു ഇഷ്ടപ്പെട്ട ടീച്ചറുണ്ട്. ആരാ അത്? സീമ മാം. സീമ മാമിനെയാണോ ഇഷ്ടം? അതെന്തുകൊണ്ടാ? സീമ മാം എന്നെ അടിക്കൊന്നുമില്ല. ആഹാ, അടിക്കൊന്നുമില്ല. പിന്നെ എന്തൊക്കെ ചെയ്തു തരും ടീച്ചർ? മാം ലഞ്ച് ടൈം ആകുമ്പോൾ ബുക്ക് പൂട്ടി വെച്ചെന്ന് പറഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ പറഞ്ഞു. ലഞ്ച് കഴിക്കാൻ പറയുന്നതാണോ ഇഷ്ടം, പുസ്തകം പൂട്ടി വെക്കാൻ പറയുന്നതാണോ ഇഷ്ടം? അതിൽ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? എനിക്ക് പുസ്തകം പൂട്ടി വെക്കാത്തതാണ് ഇഷ്ടം. പൂട്ടി വെക്കാൻ പറയുന്നതാണ് ഇഷ്ടം. കൊച്ചു കള്ളി. ലഞ്ച് കഴിച്ചില്ലെങ്കിലും വേണ്ടല്ലോ, പുസ്തകം പൂട്ടി വെച്ചാൽ മതി അല്ലേ? റാംബോക്ക് ഇങ്ങനെ ഇനി എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? മടി പിടിച്ചിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെയാ ചെയ്യാൻ പോകുന്നേ? നല്ല കോൺഫിഡൻസോടെ. നല്ല കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പോകുന്ന ആളാണല്ലേ? എങ്കിൽ ചേച്ചി പറയട്ടെ. ഞാൻ പറയോ സാൻവിക്കുട്ടി പറയോ എൻ്റെ റാംബോക്ക് കാണാമെന്ന്? ഞാൻ പറയാം. പറഞ്ഞോ. എൻ്റെ റാംബോക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമുക്ക് സാൻവിക്കുട്ടിയുടെ ട്രഡീഷണൽ റാംബോക്ക് കാണാം. സാൻവിക്കുട്ടി, എന്തോന്ന് വിളി കേൾക്ക്? എന്തോന്ന് വിളി കേൾക്കോ പറയുന്നതിന്? സാൻവിക്കുട്ടി. ഹലോ. ഹലോ സാൻവി, എന്ത് രസാ ഡ്രസ്സ് കാണാൻ. കുറേ മുത്തുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം ഒരു മുത്തുമണി ഉണ്ട്. മുത്തുമണിയാണോ? നല്ല രസമുണ്ട് കാണാൻ. ഒരു കുഞ്ഞി മൂക്കും കുഞ്ഞി കണ്ണും. എന്ത് ക്യൂട്ടാ കാണാൻ. നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. റെഡി ആണോ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ? റെഡി. അപ്പോൾ ആ ഒരു കോൺഫിഡൻസോട് കൂടിയ സാൻവിക്കുട്ടിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. Hello everyone. First of all, I would like to thank you for giving me this opportunity to introduce myself. My name is Sanvi Sharatlal. I'm 6 years old. I'm studying in first standard. My school's name is Ursuline Senior Secondary School, Kannur. തെയ്യങ്ങളുടെ നാടായ കണ്ണൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. മൈ ഹോബീസ് ആർ ഡാൻസിങ്, കളറിങ് ആൻഡ് കളറിങ്. ഐ വാണ്ട് ടു ബിക്കം എ പൈലറ്റ്, keeping my passion dancing and modeling. My mother's name is Ashwani Sharatlal. She's a housewife. My father's name is Sharatlal. She's a popular woman. വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ല അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് പറഞ്ഞു കേട്ടോ. നമുക്ക് കമന്റ് ചോദിക്കാം. സലാം ബാപ്പു സാറിനോട് ചോദിക്കാം അല്ലേ? സാർ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞി വാവയുടെ പെർഫോമൻസ്? സാൻവിക്കുട്ടി, വിളി എന്താ കേൾക്കാത്തേ? നാണാണോ? അങ്ങനെ കേൾക്കൂ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു പാട്ട് പാടുന്ന പോലെയായിരുന്നു സെൽഫ് ഇൻട്രോ. കേട്ടിരിക്കുക. കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾ സങ്കടപ്പെട്ടു. അത്രയും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്തൊരു തിളക്ക ഡ്രസ്സിനൊക്കെ അല്ലേ? ഇവിടെയൊക്കെ മുത്തും മണികൾ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതാരാ ഡിസൈൻ ചെയ്തേ? അമ്മ നല്ല ഡിസൈനർ ആണല്ലോ. എനിക്കൊക്കെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറയായിരുന്നു. ചെയ്തു തരുമോ? ചെയ്തു തരുമോ? ഓക്കെ. പിന്നെ പൈലറ്റ് ആവണം എന്നാണ് ആഗ്രഹം അല്ലേ?
ഫ്ലൈറ്റിലൊക്കെ ഫ്ലൈ ചെയ്തിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? പോയിട്ടില്ല ഏ പോയിട്ടില്ല. പോയിട്ടില്ല. പക്ഷെ താഴെ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ എനിക്ക് അതിൽ പോകണം, എനിക്ക് അത് ഓടിക്കണം എന്നൊരു ആഗ്രഹം അല്ലേ? വലിയ ആഗ്രഹം അത്. കാരണം ആകാശത്തു കൂടെ പോകുന്ന താഴെ നിന്ന് ഒരു കൊച്ചുകുട്ടി ഇവിടെ നോക്കിയിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്കത് പറത്തണം എന്ന് പറയുന്നത് വലിയ ആഗ്രഹം കേട്ടോ. അത് സക്സസ് ആവുക എന്ന് പറയുന്നത് സക്സസ് ആവും കേട്ടോ. അങ്ങനെ വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സക്സസ് ആക്കാൻ പറ്റും. പിന്നെ വാക്ക് നന്നായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടാ മോള്. പല്ല് ഇല്ല അല്ലേ? ആരാ പല്ല് പറിച്ചേ? പല്ല് തന്നാലെ പന്ന പോ. എന്താ പല്ലെന്താ ടൂർ പോയോ? തിരിച്ചു വരുമോ ഇനി? ടൂറ് പോയ പല്ല് തിരിച്ചു വരുമോ? വരൂലേ? എവിടൊക്കെ പോയത് പല്ല്? 2 പല്ല് പോയി ഇവിടെ. എവിടെയൊക്കെ പോയത്? പല്ല് എവിടെയൊക്കെ പോയത്? ടൂർ പോയത് എവിടേക്കാ? നീ തിരിച്ചു വരുമ്പോ ചോദിക്കണം കേട്ടാ എവിടെയാ പോയിരുന്നത് പല്ലിന്ന് കേട്ടാ. ഓക്കെ. പിന്നെ കളരി പഠിക്കുന്നുണ്ടോ? കളരി എത്ര കാലമായി കളരി പഠിക്കുന്നു? കളരി UKG പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്റെ അപ്പക്ക് സുഖമില്ലാണ്ടായപ്പോ പോവലില്ല. ഈ കളരിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആരുടെ മേലെ അത് പ്രയോഗിക്കുക? ഞാൻ എന്നെ പിടിക്കാൻ വരുന്നവരെ കളരി ഫൈറ്റിലൂടെ ചെയ്യും. ശരിയാക്കും അല്ലേ? പിടിക്കാൻ വരുന്നവരൊക്കെ ശരിയാക്കും. ഒന്ന് പിടിച്ചേ, ഒന്ന് പിടിക്കാൻ പറഞ്ഞേ. ഒന്ന് ചേച്ചിയോടൊന്ന് പിടിക്കാൻ പറഞ്ഞേ. അത് കളരി ഒന്ന് കാണിച്ച് പിടിക്കാൻ വരുന്നവരൊക്കെ ശരിയാക്കി കൊടുക്കും. ഞാൻ പിടിക്കുന്നില്ല. അഖില ഒന്ന് പിടിച്ചേ. അടി കിട്ടും എനിക്ക്. പിടിച്ചു. ഇനി എന്ത് ചെയ്യും എന്നെ? ഞാൻ പിടിച്ചോണ്ട് പോകാൻ പോവാ. കയ്യിലും ഇല്ല സർ. ഇന്നലെ ഞാൻ എന്തോ എന്താ പറഞ്ഞേ? പിടിച്ചോണ്ട് പോകുന്നവരെല്ലാരെയും ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ചവിട്ടൊരെണ്ണം എനിക്കപ്പൊ കിട്ടിയാനെ. പിടിച്ചോണ്ടാൻ പോകുന്നവരെ ഞാൻ പിടിക്കുന്നു. ഓക്കെ ഓക്കെ. ഇതിപ്പോ കയ്യിൽ മൈക്കുള്ളത് നന്നായി, അല്ലെങ്കിൽ അഖിലേക്ക് കിട്ടിയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ചവിട്ട് കിട്ടേണ്ട സമയം കഴിഞ്ഞു ഇപ്പോ. ഓക്കെ മോളെ, ഇനി ഞങ്ങൾ ഡാൻസ് ഒക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുക കേട്ടോ. നന്നായി ഡാൻസ് ചെയ്യില്ലേ? ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ 3 പേരും ഹാപ്പിയാണ്. ഇനിയുള്ള റൗണ്ടുകളിലും ഹാപ്പി ആക്കിയിട്ട് നല്ല മാർക്ക് വേണ്ടി കണ്ണൂരിലേക്ക് നമുക്ക് ഫുൾ മാർക്ക് വേണ്ടി പോകണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സാർ. ഓക്കെ സനിക്കുട്ടി, റെഡി അല്ലേ ഡാൻസിന് പോവാൻ? റെഡി. ഇവര് 3 പേരും കാത്തിരിക്കുക ഡാൻസ് കാണാൻ. അപ്പൊ നമുക്കതൊന്ന് കാണിച്ചാലോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സാൻവിക്കുട്ടിയുടെ ഡാൻസ് പെർഫോമൻസ് കാണാം. మరుగైన ఆనందరాగాలు వినిపించనిలిచానురా. తనన ధీం తధీం తధీం తన తనన ధీం తధీం తధీం తన తనన ధీం తధీం తధీం తన ధీం తన. వయసు జాలమోపలేదురా మరులుగొన్న చిన్న దానిరా అనువు బాధ తీర్చరావెరా రావెరా. సల సల రగిలిన పరువపు సొద ఇది తడిబుడి తడిబుడి తపనల స్వరమిది. സാൻവിക്കുട്ടി, എന്താ ഇത്? ഒരു തെലുങ്ക് നാഗവല്ലിയായിട്ട് വന്നിട്ട് അങ്ങ് തകർത്തു. ചില സമയത്തൊക്കെ ഞാൻ പേടിച്ചു പോയി. എന്നോട് ചോദിച്ചില്ലായിരുന്നോ അവിടെ വെച്ചിട്ട്, ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ട്, പേടിക്കോ ചേച്ചി ഇത് ഡാൻസ് കണ്ടാ പേടിക്കോ എന്നൊക്കെ എന്നോട് ചോദിച്ചല്ലേ? ഇവിടെ വെച്ച് പേടിക്കും എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് ഓഫർ ചെയ്തേ? മുട്ടായി തരാന്ന് പറഞ്ഞ ഓഫർ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പേടിച്ചിട്ടോ, ശരിക്കും ഞാൻ പേടിച്ചു. ഇനി ജഡ്ജസിന് മിഠായി വേണോന്നൊന്ന് ചോദിക്കാം അല്ലേ? പക്ഷെ ജഡ്ജസ് മിഠായി വാങ്ങണമെങ്കിലുണ്ടല്ലോ മോന്റെ അഭിനയം കൂടി കാണണം. നമുക്കൊന്ന് കണ്ടാലോ?
ആ ഇന്നലെ ചെയ്തിട്ടില്ലേ? ആ ആ അപ്പൊ എന്റെ അഭിനയം കാണാമെന്നൊന്ന് ജഡ്ജസിനോട് പറഞ്ഞേ. എൻ്റെ അഭിനയം കാണാൻ ജഡ്ജസ് ആ ഇതിൽ ആരാ ഇഷ്ടം? സലാം സാറിന്. ആ അപ്പൊ സലാം ബാപ്പു സാറിനെ പ്രത്യേകം പറഞ്ഞേക്ക് എന്റെ അഭിനയം ഒന്ന് കണ്ടേക്കെന്ന് പറഞ്ഞേക്ക്. എൻ്റെ അഭിനയം ഒന്ന് കണ്ടേക്ക്. ആ സാർ റെഡി അല്ലേ അപ്പോ? ഓക്കെ അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ? ആ ഓക്കെ വാ. നിക്കടി അവിടെ. എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണാൻ എന്തിനാ എന്നെ കാണുന്നത്? അതപ്പോഴെന്നെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പാമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. സാനിക്കുട്ടി നടത്തം വരെ നാഗവല്ലിയുടെ നടത്താണല്ലോ. നല്ല രസമാണ്. പല്ലില്ലാത്ത ഉർവശി ചേച്ചി, ഫ്രണ്ടിലത്തെ പല്ല് പോയ ഉർവശി ചേച്ചി, നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ നമുക്ക് ഇനി കമന്റ് ചോദിക്കാം അല്ലേ? ആരോടാ കമന്റ് ചോദിക്കണ്ടേ? സലാം സാറിന്റെ അടുത്ത്. സാറിനെ വിട്ട് ഒരു കളിയില്ല. അതെന്താ മോൾക്ക് ഞങ്ങളെ രണ്ടുപേരും ഇഷ്ടമായില്ലേ? ഇഷ്ടമൊക്കെ പെട്ടു. ആ പിന്നെ എന്താ കാരണം? സലാം സാറ് പറഞ്ഞാ മതി പറഞ്ഞേ. ഞങ്ങൾക്ക് സൗന്ദര്യം ഇത്തിരി കുറഞ്ഞു പോയതുകൊണ്ടാണോ സാറിനേക്കാളും? അല്ല അങ്ങനെയൊന്നുമില്ല. പിന്നെ പിന്നെന്താ വേണ്ട? സലാം സാറ് പറഞ്ഞാ മതി എന്ന് പറഞ്ഞേ. അത് ആണോ? ഓക്കെ, സാറ് കുട്ടികളൊക്കെ കയ്യിലെടുത്തിരിക്കുകയാണ്. എനിവേസ് നല്ല രസമുണ്ടായിരുന്നു. നല്ല ചക്കര നാഗവല്ലിയായിരുന്നു. താങ്ക് യു. മറ്റേ തെലുങ്ക് നാഗവല്ലി ആയിരുന്നില്ലേ? ഭാഷ മാറിയെങ്കിലും ഞങ്ങൾക്ക് സംഭവം മനസ്സിലായി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല താങ്ക് യു മാം. ഓക്കെ, ആ വോക്ക് അസാധ്യമായിരിക്കണു. ഇതിന് ശേഷം ഒറ്റയടിക്കാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത് ആ റീലില്. അതിൽ ഉർവശി ചേച്ചിയായിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ അവസാനമുള്ള കാണാനൊരു പ്രത്യേക ഭംഗിയെന്ന് പറയുമ്പോൾ എന്ത് രസമായിരുന്നു. നല്ല ചക്കര ആക്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടാണ്. അടുത്ത വോക്കിലും ഒക്കെ അസാധ്യമായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഈ സ്മൈൽ അങ്ങനെ തന്നെ വെക്കുക. അടുത്തതിലും സലാം സാറിനെ പറയാൻ വിടില്ല ഞങ്ങൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ അപ്പൊ നമുക്ക് സാൻവി കുട്ടിയുടെ വെസ്റ്റേൺ റാംബോ കാണാം. വികൃതിക്കുട്ടിയാണോ? അല്ല. ഞങ്ങളുടെ സുന്ദരി പല്ലില്ലാത്ത കുട്ടി ആണോ? പല്ലില്ലാത്ത കുട്ടിയാണോ? അല്ല അല്ലെ, പല്ലൊക്കെ വരുമല്ലേ? സുന്ദരിയാണ് കേട്ടോ. നമുക്ക് ചോദ്യം ചോദിക്കാൻ പറഞ്ഞാലോ? റാംബോക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എന്ത് രസാ! ഇതെന്താ ചിറകാ? ഇത് ചിറകാണല്ലോ. ഇത് പറന്നു പോകോ? പറന്നു പോകുന്നതിന് മുമ്പ് പിടിച്ച് ചോദ്യം ചോദിക്കാൻ പറയട്ടെ. എന്നാ പറയട്ടെ. ആൻമരിയ മാം. സാൻവി കുട്ടി എന്താ? എന്ത് രസാ കാണാൻ. താങ്ക് യു. നല്ല ഫ്രോക്ക്. താങ്ക് യു. ഇത് കഴിയുമ്പോൾ എനിക്ക് തരാവോ? രാവിലെ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത്? അമ്മയെ കൊണ്ടൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിച്ച് തരാന്ന് പറഞ്ഞിരുന്നു. ചെയ്തു തരുമോ? ചെയ്തുതരാം. അമ്മയോടൊന്ന് ചോദിക്കട്ടെ ഞാൻ. ചെയ്തു തരുമല്ലോ അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. പിന്നെ മോൻ്റെ അമ്മ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കൽ ഡാൻസ് ഇപ്പോഴും പഠിക്കുന്നുണ്ടല്ലേ? അതെങ്ങനെയാ മനസ്സിലാക്കിയെന്നറിയോ? മോൻ ഡാൻസ് ചെയ്തപ്പം അമ്മ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മുദ്ര കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയതാ. അപ്പം അമ്മ വലിയൊരു ഡാൻസറാണ്. അപ്പം പിന്നെ ഉറപ്പായിട്ടും മോൾക്ക്
ആ ഒരു കഴിവൊക്കെ കിട്ടും അല്ലേ? പിന്നെ നേരത്തെ ഒരു ടീച്ചറെ ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞില്ലേ, സീമ ടീച്ചർ പറഞ്ഞില്ലേ? സീമ ടീച്ചർ ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാ? അടിക്കൊന്നുമില്ല. അടിക്കത്തില്ല, വഴക്കൊന്നും പറയത്തില്ല, ഇല്ല. അതുകൊണ്ടാണ് ഇഷ്ടം. ആ ഓക്കെ ഓക്കെ. മോളെ കാണാനുണ്ടല്ലോ. ഞങ്ങൾ 3 പേരും കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഹിന്ദി ആക്ട്രസ് ഉണ്ട്, ഐശ്വര്യ റായ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഐശ്വര്യ റായുടെ മോളെ പോലെ ഉണ്ട്, ആരാധ്യയെ പോലെ ഉണ്ട് മോളെ കാണാൻ. സോ പ്രിറ്റി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? മോക്ക് പൈലറ്റ് ആവാനല്ലേ ആഗ്രഹം? അതെന്തുകൊണ്ടാണ് പൈലറ്റ് ആവാൻ ആഗ്രഹം? എനിക്ക് പറക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ സ്റ്റാർസിനെയും മൂണിനെയും പിന്നെ സ്കൈസിനെയൊക്കെ കാണാൻ ഇഷ്ടമാണ് അടുത്ത്. അതിന് സ്പേസിൽ പോകണം. നമുക്ക് അതും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ? ആ ആഗ്രഹം ഒന്ന് മാറ്റിയാലോ? അപ്പോൾ പൈലറ്റ് എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് സ്പേസിൽ പോകാനുള്ള ആഗ്രഹമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ പൈലറ്റ് ആകുമ്പോൾ ലീവ് കിട്ടുമ്പോൾ സ്പേസിൽ പോകുമ്പോൾ. ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലീവ് കിട്ടുമ്പോൾ പൈലറ്റ് ആവുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ? പറക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? അപ്പൊ പറന്നോളൂ അങ്ങോട്ട്. ഇനി അങ്ങോട്ട് പറക്കട്ടെ കേട്ടോ. നമ്മള് സ്പേസിലേക്ക് പോവാൻ നമ്മൾ അതിന്റെ ഡ്രസ് ഇടണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാട്ടോ. അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നു. മോളിപ്പോൾ പറഞ്ഞപ്പോഴേ എനിക്കത് മനസ്സിലായത് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ മുന്നോട്ട് പോണേ. ചക്കര ഉമ്മ. ലവ് യു സോ മച്ച്. മാമിനും ഓഫർ കിട്ടിയായിരുന്നല്ലേ? എനിക്ക് ഒരു ഡ്രസ്സിന് ഓഫർ കിട്ടിയിരുന്നു. അപ്പൊ ഇത് ഫുള്ള് ഒരു കുറേ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കേണ്ടി വരുമല്ലോ അമ്മ. നെക്സ്റ്റ് ഡേ കാണുമ്പം നമുക്ക് അമ്മ ഡ്രസ്സ് കേട്ടാ വരുന്നത്. അതെ, ഫുള്ളി ഓഫേഴ്സ് ആണല്ലേ ഇവിടെ വന്നിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി സാൻവിക്കുട്ടീനെ. സാൻവിക്കുട്ടിയുടെ വികൃതിയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഏറ്റവും ഇഷ്ടപ്പെട്ട വികൃതിയാ. പിന്നെ റാംബോക്കും. ഇനിയിപ്പോൾ റാമ്പിലൊക്കെ കാണാൻ പറ്റുമോ വലിയ സാൻവി മോഡലായിട്ട്? എനിക്കൊരു കാര്യം ഇഷ്ടമാണ്. എന്താ മോന് ഇഷ്ടപ്പെട്ടത്? എനിക്ക് റാമ്പിൽ നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. റാമ്പിൽ നടക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ? അത് ഞങ്ങളിവിടെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു റാമ്പിൽ നടക്കാൻ. അപ്പൊ ഇനിയും ഒരുപാട് റാമ്പിലൊക്കെ നടക്കണം കേട്ടോ. ഓക്കെ, കുറേ സമ്മാനമൊക്കെ വാങ്ങണേ. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സപ്തഭാഷാ സംഗമഭൂമിയുടെ മകളായിട്ടുള്ള സുന്ദരി മണിയാണ് അടുത്തതായിട്ട് എത്താൻ പോകുന്നത്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. കാസർഗോഡ് നിന്നെത്തുന്നു ശ്രീഭദ്ര നീലമന. ഹായ് ശ്രീഭദ്ര, സുഖമാണോ? മൈക്കൊക്കെ അടുപ്പിച്ച് പറയൂ. ഓക്കെ, ശ്രീഭദ്രേനെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. നല്ല ലോട്ടസ് അല്ലെ, താമരപ്പൂവിന്റെ പടമൊക്കെ ഉള്ള ഡ്രസ്സും നിറച്ച് മുത്തും. എന്ത് ഭംഗിയാ കാണാൻ. ആ മൂക്കിന്റെ തുമ്പിലുള്ള ആ മറുകുണ്ടല്ലോ, അത് ഭയങ്കര ക്യൂട്ടാക്കിയിരിക്കുന്നു മോളെ. താങ്ക് യു അഖില ചേച്ചി. ഓക്കെ, ശ്രീഭദ്രക്കുട്ടി, എന്താ ഈ നീലമന? അത് എൻ്റെ അച്ഛൻ്റെ വീടിന്റെ പേരാണ്. അതെന്താ അങ്ങനെ ഒരു പേര് നീലമന? കാരണം വീടിന്റെ കളർ നീല കളറാണ്, ഫുൾ ബ്ലൂ കളറാണ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണോ? വലിയ മനയാണോ? 3 നിലയുണ്ട്. 3 നിലയുള്ള വീടാണോ? ഓക്കെ, 4 കെട്ട് പോലത്തെ ആണോ? അത് എനിക്ക് അത്ര അറിയില്ല. അവിടെയാണോ മോള് താമസിക്കുന്നേ? അല്ല, പിന്നെ ആരുടെ കൂടെയാ? എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരിക്കുന്നത്. അമ്മയുടെ വീട്ടിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ റൗണ്ട് എന്താണെന്ന് അറിയാമോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തെ റൗണ്ടാണ് മുത്തേ. ആദ്യത്തെ റൗണ്ട് എന്താ? റാംബോക്ക് റൗണ്ടാണ്. റെഡി അല്ലേ? അപ്പൊ ഇത്ര സുന്ദരിയായിട്ട് വന്നിട്ട് ജഡ്ജസിനെ മയക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീഭദ്രക്കുട്ടിയുടെ ട്രഡീഷണൽ റാംബോക്ക് കാണാം.
തലയിൽ താമരപ്പൂ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വോക്ക് ചെയ്തപ്പോഴാണ് അതൊക്കെ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ വോക്ക് കാണാൻ. ഓക്കെ, ഈ വോക്ക് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ ഈ ശ്രീഭദ്രക്കുട്ടിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാലോ എന്ന് തോന്നി. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ? അപ്പോൾ ജഡ്ജസിനും കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ കുറച്ചുകൂടി മാർക്ക് ഇടാൻ തോന്നിയാലോ? അവരെ ഒന്ന് നോക്കി മാർക്കിടാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അവർ. റെഡി അല്ലേ പറയാൻ? ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രീഭദ്രക്കുട്ടിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. Hi, I am Sribhadra. I am from Kasaragod district, the land of 7 languages, Saptabhasha Sangam Bhumi. I am studying in 4th standard in Sadguru Public School. My mother's name is Srijisha and she's an entrepreneur. My father's name is Shankar Prasad and he's a software engineer at Aptin India Private Limited, Bangalore. My hobbies are dancing, drawing, and playing chess. I also like vlogging. I want to study university in Harvard. I want to study politics. When I was in 1st standard, I did my first modeling. Since then, I wanted to learn more. That's the reason I came to Sundarikutti. My ambition is to become the Indian president. Thank you and have a nice day. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് വോക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഓൾറെഡി മോഡലാണല്ലേ? സുന്ദരിക്കുട്ടിയുടെ മോഡലാവാനാ വന്നതല്ലേ? നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് കേൾക്കണ്ടേ? ആരോടാ ചോദിക്കുക? ആരോട് ചോദിക്കണം? പൂജ മാമിനോട് ചോദിക്കാം അല്ലേ? മാം ഒരു മോഡലാണല്ലോ, അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റിയാലോ? ചോദിക്കാം. ഓക്കെ, പൂജ മാം. നല്ല വാക്കായിരുന്നു. വാക്കൊക്കെ പെട്ടെന്ന് തീർന്ന പോലെ ഉണ്ടായിരുന്നു, ബട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു. എന്തായിരുന്നു വീടിൻ്റെ പേര്? എൻ്റെ അമ്മേൻ്റെ വീട്ടിൻ്റെ പേര് പട്രോട്ടത്തില്ലെന്നാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൻ്റെ പേര് നീലമന എന്നുമാണ്. നീലമന എന്ന പേര് വരാൻ കാരണം എന്തായിരുന്നു പറഞ്ഞത്? നീല കളറുള്ള വീടായതുകൊണ്ട്. ശരിക്കും അത് തന്നെയാണോ? അതെൻ്റെ വീട്ടിൻ്റെ പേരാണ്. അത് നീല കളർ ആയതുകൊണ്ടാണോ ആ പേര് വന്നത്? ആയിരിക്കും. ആയിരിക്കാം. അമ്മ ഇവിടെ നിന്ന് ഇരുന്നിട്ട് അയ്യോ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു വാക്കൊക്കെ. ഏത് സ്കൂളിലായിരുന്നു പഠിക്കുന്നു പറഞ്ഞത്? സദ്ഗുരു പബ്ലിക് സ്കൂൾ, പേരൂർ. ആഹാ, അപ്പോൾ മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്യുന്നുണ്ടോ? അവിടെ മെഡിറ്റേഷനും യോഗ ഒക്കെ ഉണ്ട്. ഓക്കെ, അച്ഛൻ്റെ പേരെന്തായിരുന്നു? ശങ്കർ പ്രസാദ്. ശങ്കർ പ്രസാദ്. നൈസ് നൈസ്. അപ്പോൾ പ്രസിഡന്റ് ആവാനല്ലേ ആഗ്രഹം എന്ന് പറഞ്ഞത്? ഒരു മോഡലായിട്ടുള്ള ഒരു പ്രസിഡന്റിനെ കാണാൻ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നടക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ശ്രീഭദ്രക്കുട്ടി. അപ്പോൾ ഇനി വീടിന് നീല കളർ മാറ്റണ്ട, ആ പേര് മാറ്റാതിരിക്കാനല്ലേ? അതല്ലേ കുറച്ചുകൂടി നല്ലത്. എപ്പോഴും നീല കളർ പെയിന്റ് അടിക്കുക. ഓക്കെ, എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എന്താ ആ വീട്ടുപേര് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ, ഇപ്പം നല്ല സുന്ദരി കുട്ടി. അടുത്ത റൗണ്ടിൽ എങ്ങനെയാ വരാൻ പോകുന്നേ? വെസ്റ്റേൺ ഡ്രസ്സിൽ. വെസ്റ്റേൺ ഡ്രസ്സിൽ? റാംബോക്ക് അല്ലല്ലോ നമ്മളെ അടുത്തത്. നമ്മുടെ ഡാൻസ് റൗണ്ട് അല്ലേ? ഡാൻസ് റൗണ്ടിലും വെസ്റ്റേൺ ലുക്കിലാണ് വരുന്നേ? അല്ല, വേറെ കോസ്റ്റ്യൂം ഉണ്ട്. വേറെ കോസ്റ്റ്യൂം ഉണ്ട്. അപ്പം നമുക്കൊന്ന് ഡാൻസ് റൗണ്ട് കാണാം അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ശ്രീഭദ്രക്കുട്ടിയുടെ ഡാൻസ് റൗണ്ട് കാണാം. മാവിന്റെ കൊമ്പത്തിരിക്കണ മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എത്താ കുമ്പത്തെ തത്തപ്പെണ്ണ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തില്ല എത്താ കുമ്പത്തെ തത്തപ്പെണ്ണ ഇളങ്കരിക്കിന്റെ കണ്ണ് കുത്തുമ്പത്തേറിച്ച് കൊള്ളണം മിണ്ട പെണ്ണ. വാ
കിട്ടിയ മീനെ പൊന്നീനെ വാൽ കണ്ണെഴുതി വന്നൊരു മാനെ പൊന്മാനെ മെല്ലെ കുലുങ്ങി കുലുങ്ങി ഇറങ്ങി വന്നാട്ട വാ വാ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ് എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എത്താ കുമ്പത്തെ തത്തപ്പെണ്ണ്. ശ്രീഭദ്രക്കുട്ടി ഹായ്. നല്ല സുന്ദരിയായിട്ടുണ്ട് ഈ ഡ്രസ്സില്. താങ്ക് യു. ലൈക്ക് എനിക്ക് തേന്മാവിൻ കൊമ്പത്തെ ശോഭനയൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇത് കണ്ടിട്ട്, ഈ കോസ്റ്റ്യൂം കണ്ടിട്ട്. താങ്ക് യു. എത്ര സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു ഡാൻസ് കാണാൻ. ഡാൻസിനെ കുറിച്ച് പറയേ വേണ്ട. ഓക്കെ, അത് ജഡ്ജസ് പറയുമല്ലോ കൂടുതലായിട്ട്. നമുക്ക് അതിനു മുമ്പ് അടുത്ത റൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? ആക്ടിങ് റൗണ്ട് ആണ്, ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ മോള്? ഓക്കെ, അത് നമുക്ക് ആരെ കാണിക്കണം? ജഡ്ജസിനെ കാണിക്കണം. ദേ അവര് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്കങ്ങ് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ശ്രീഭദ്രക്കുട്ടിയുടെ റീൽസ് കാണാം. വീട് നിറച്ചു ഉറുമ്പാണ്. ഇതിനെ ഇനി ഞാൻ തന്നെ ഓടിക്കണം. ഇവിടെ ഒരെണ്ണമൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്റെ കർത്താവ്? ഇന്ന് ഉറുമ്പിനെ പിടിക്കാൻ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചെയ്യാം. എന്തേറ്റ് അമ്മ, ഞാൻ ഉറുമ്പിനെ പിടിക്കാനായിട്ട് ഒരു അടിപൊളി ട്രാപ്പ് ഉണ്ടാക്കി. ഇതെന്താ നമുക്ക് മനസ്സിലായ? പഞ്ചസാരയാണോ? അല്ല, ഇത് ഉപ്പാണ്. ആദ്യം ഉറുമ്പ് ഇങ്ങനെ നടന്നു വരും. അമ്മ പറഞ്ഞ പോലെ പഞ്ചസാരയാണെന്ന് വിചാരിച്ച് വന്നത് തിന്നും. അപ്പോഴാ മനസ്സിലാവുന്നത് ഇത് ഉപ്പാണെന്ന്. ഉപ്പ് തിന്നാ വെള്ളം കുടിക്കുമെന്നാണല്ലോ. ഉപ്പ് തിന്ന് അവശതയെ ഉറുമ്പ് നടന്നു വരുമ്പോ അതായിരിക്കുന്നു വെള്ളം. പക്ഷെ ഇത് ശരിക്കും വെള്ളമല്ല. പപ്പ ഇന്നലെ അടിച്ചിട്ട് ബാക്കി വെച്ച് പോയ വോഡ്ക, അത് ഞാൻ ഒഴിച്ചു വെച്ചേക്കുവാ. ഉറുമ്പ് നേരെ വന്ന് വോഡ്ക കുടിക്കുന്നു. വോഡ്ക കുടിച്ച് അടിച്ച് കിണ്ടിയായി താളം തെറ്റി ഉറുമ്പ് നടന്നു പോകുമ്പോ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ തെന്നി ഉറുമ്പ് നേരെ വന്ന് ഈ കല്ലേല് തലയടിച്ച് വീണ് മരിക്കുന്നു. ഓക്കെ ശ്രീഭദ്രക്കുട്ടി, വലിയൊരു ട്രാപ്പായി പോയല്ലോ അത്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രാപ്പ്. താങ്ക് യു. ഓക്കെ, പക്ഷെ ആ ട്രാപ്പ് കേട്ടിട്ട് അൻവരി മാം ഇതൊന്ന് ശരിക്കും അറിയാണ്. നമുക്ക് ചോദിച്ചാലോ? മാമിൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ? ഓക്കെ മാം, എങ്ങനെയുണ്ടായിരുന്നു ട്രാപ്പ്? എങ്ങനെയുണ്ടായിരുന്നു? ശ്രീഭദ്രക്കുട്ടി, ശ്രീഭദ്ര എന്ന് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ശ്രീകുട്ടി എന്ന് വിളിച്ചോട്ടെ? ശ്രീകുട്ടി, എന്ത് രസമായിട്ടാണ് ആ റീല് ചെയ്തത്. താങ്ക് യു. ഭയങ്കര ഫണ്ണി റീലായിരുന്നു. അങ്ങനെയും നമുക്ക് ഉറുമ്പിനെ കൊല്ലാല്ലേ? നന്നായിരുന്നു മോളെ. പിന്നെ മോളുടെ ഡ്രസ്സ് സൂപ്പർ സെലക്ഷനാണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻ, റെഡ് ആൻഡ് യെല്ലോ, സൂപ്പർ. അതുപോലെ തന്നെ ഡാൻസ് ചെയ്തപ്പം നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് ചിരിച്ച് മോള് ആസ്വദിച്ച് കളിച്ചു. താങ്ക് യു. ഇനി അടുത്ത റൗണ്ടിലും ഇതുപോലെ തന്നെ പെർഫോം ചെയ്യണം കേട്ടോ. റെഡിയല്ലേ? ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആൻറ്റി. ശ്രീഭദ്രക്കുട്ടി, അപ്പോ ഈ നമ്മളെന്താ പറയാ, ഉറുമ്പിനെ ഇങ്ങനെയും കൊല്ല ഇങ്ങനെ കൊല്ലല്ലേ? ഏതായിരിക്കും എളുപ്പം? രണ്ടും എളുപ്പം തന്നെയാണ്. പക്ഷെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ വേണ്ടി വരുമല്ലോ ഇങ്ങനെയൊക്കെ ഉറുമ്പിനെ കൊല്ലാൻ. എന്നാലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ജഡ്ജസിനൊക്കെ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് ജഡ്ജസ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോണം. അത് അവിടെ എന്ത് ചെയ്യും? ഈ ഇംപ്രഷൻ നിലനിർത്തിക്കൊണ്ട് പോവോ, അല്ലെങ്കിൽ എക്സ്പെക്ടേഷന്റെ അപ്പുറത്തേക്ക് പോവോ? അപ്പുറത്തേക്ക് പോവോ അല്ലേ? അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ. അടുത്തത് വെസ്റ്റേൺ റൗണ്ട് ആണ്, പോയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീഭദ്രക്കുട്ടിയുടെ വെസ്റ്റേൺ റൗണ്ട് കാണാം. ഗാർഡൻ കാണുന്ന പോലെ ഉണ്ട്. ഒരുപാട് റോസാപ്പൂകളുടെ ഇടയിൽ ഒരു സുന്ദരിയായിട്ടുള്ള റോസാപ്പൂ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഔട്ട്ഫിറ്റ്, നല്ല ചിരി, എല്ലാം കൊണ്ടും കൊള്ളാം.
ഇതെന്റെ അമ്മ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. അമ്മ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അമ്മയ്ക്കൊരു വലിയ കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കാനുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, എവിടെ നിന്നാലും ശ്രീഭദ്രക്കുട്ടിനെ ഇങ്ങനെ നോക്കി പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാൻ പറഞ്ഞാലോ? നമുക്ക് സലാം ബാപ്പു സാറിനോട് പറയാം അല്ലേ? ഓക്കെ സർ. ശ്രീഭദ്രക്കുട്ടി, എന്തോ? ഞാനൊരു ചോദ്യം, ഞാൻ ആദ്യം തന്നെ എന്നെ ഞെട്ടിച്ചൊരു കണ്ടസ്റ്റൻ്റാണ് മോള്. ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ആഗ്രഹം ചോദിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞത്. താങ്ക് യു. ആദ്യമായിട്ട്, അത് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. ഇന്ത്യൻ പ്രസിഡന്റ് ആവും, പ്രധാനമന്ത്രി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് ആവണം എന്ന് ധൈര്യമായിട്ട്. കാരണം ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് പേരെന്താ? ഇപ്പോഴത്തെ ദ്രൗപദി മുർമു. അത് വനിതയാണ് അല്ലേ? വനിതകളായിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് പ്രസിഡന്റുമാരായിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അധികാരമുള്ളത് ആർക്കാ? എനിക്കറിയില്ല. ഇന്ത്യൻ പ്രസിഡന്റിനാണ് കേട്ടോ. ഏറ്റവും പ്രഥമ വനിത അല്ലെങ്കിൽ പ്രഥമ സ്ഥാനമുള്ള ആളാണ്, പൗരനാണ് പ്രസിഡന്റ്. ഏറ്റവും മേലെ ഇരിക്കുന്ന ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള പോസ്റ്റാണത്. അത് തന്നെ എത്തണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഡ്രീമാണ്. അതുമാത്രമല്ല, മോള് പറഞ്ഞൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ അതിന് ഘടകമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് പഠിക്കണം എന്ന് പറഞ്ഞു അല്ലേ? പൊളിറ്റിക്സ് പഠിച്ചാലേ നമുക്ക് പ്രസിഡന്റ് ആവാനും പറ്റുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ പൊളിറ്റിക്സ് പഠിക്കുക എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഇവിടെ മുഴുവനും ഈ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്ന ഇന്ത്യൻ രീതി അനുസരിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയതുകൊണ്ട് അവരുമായി കണക്ട് ചെയ്തുള്ള ആൾക്കാർക്കായിരിക്കാം പ്രസിഡന്റ് ആവാൻ പറ്റുന്നത്. അപ്പോൾ നാളത്തെയൊക്കെ പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പൊളിറ്റിക്സ് ഉണ്ടല്ലേ, ഒരു പൊളിറ്റീഷ്യൻ ആവാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുവഴി ഇന്ത്യൻ പ്രസിഡന്റ് ആവുക എന്നുള്ളത് മോളുടെ വലിയൊരു ആഗ്രഹമാണ്. ഗുഡ്, നല്ല ആഗ്രഹം. കാരണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഏറ്റവും ഹൈല് സ്വപ്നം കാണുക. അപ്പം നമുക്ക് സക്സസ് ആവാൻ പറ്റും. അപ്പോൾ ആ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ഞാനിപ്പോൾ അതൊന്നുമല്ല, എനിക്കൊരു ഓക്കെ, എനിക്ക് മോളുടെ എല്ലാം എനിക്ക് വാക്കിംഗ് ഇഷ്ടമായി, ഡാൻസ് എല്ലാം കോസ്റ്റ്യൂം എല്ലാം എനിക്ക് ഇഷ്ടമായി. നേരത്തെ പറയാൻ അവസരം കിട്ടാത്തതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യമൊന്നുമില്ല, മോള് പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. മോള് പറഞ്ഞു ചെസ് കളിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലേ? പറഞ്ഞിരുന്നു. ചെസ് കളിച്ചിട്ട് എവിടെയെങ്കിലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എൻ്റെ കൂടുതൽ ട്രോഫീസും ചെസ്സിലാണ് കിട്ടിയത്. ഓക്കെ, വെരി ഗുഡ്. അപ്പം നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ബുദ്ധിമാന്മാരുടെ കളിയാണ് ചെസ് എന്ന് പറയും. അതിൽ ചെസ്സിൽ ഒരുപാട് കോയിൻസ് ഉണ്ടല്ലോ. ആ ഓരോ കോയിൻസിനും ഡിഫറെൻറ്റ് മൂവ്മെൻറ്റുകളാണ്. ഇപ്പോൾ നമുക്ക് കുതിര പോകുന്ന പോലെയല്ല രാജാവും മന്ത്രിയും രാജ്ഞിയും ഒക്കെ യാത്ര ചെയ്യുന്നത്, തേരും ഒക്കെ ഡിഫറെൻറ്റ് വേ ഓഫ് റൂട്ടാണ് അവർക്ക് അല്ലേ? എനിക്കും ഞാൻ നേരത്തേക്ക് ഒരുപാട് കളിക്കുമായിരുന്നു. പക്ഷേ പിന്നെ എനിക്കറിയില്ല, ഞാൻ പതുക്കെ അതിൽ നിന്ന് അങ്ങോട്ട് മാറി. ഇപ്പോൾ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പഴയ ചെസ്സ് കളിച്ചിരുന്നൊരു കാലം എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരുപാട് കോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോയിൻ ഏതാണ്? അത് എന്തുകൊണ്ട്? ക്യൂനാണ്. എന്തുകൊണ്ട്? കാരണം ക്യൂനാണ് ഏറ്റവും പവർഫുൾ പീസ്. ക്യൂന് 9 പോയിന്റ്സ് ഉണ്ട്. പിന്നെ അതിന് കുറേ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് ക്യൂൻ. അപ്പോൾ രാജാവ് ചെക്ക്മേറ്റ് ആയ ഔട്ട് ആവില്ലേ, അപ്പൊ കളി തോക്കില്ലേ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്യൂനാണ്. ഓക്കെ, വെരി ഗുഡ്. കാരണം ഏറ്റവും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് രാജാവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എപ്പോഴും റോള് ക്യൂനായിരിക്കും അല്ലേ? ക്യൂനാണ്. എപ്പോഴും രാജാവിനെ സംരക്ഷിക്കുക എന്നൊരു ചുമതല കൂടി ക്യൂനുണ്ട്. അപ്പോൾ ക്യൂന് തന്നെയാണ് മോൾക്ക് ഇഷ്ടം. നല്ല ആൻസർ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി. ഞങ്ങളുടെ കൂടെ ഇത്ര നേരം നിന്നതിനും ഞങ്ങളോട് ഇത്ര നേരം മോളോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയത് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. എന്തായാലും ഇനിയും ഒരുപാട് കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ശ്രീഭദ്ര, അപ്പോൾ ഹാപ്പിയായോ? ഹാപ്പിയായി. എന്തൊക്കെയാവണം? ഇന്ത്യൻ പ്രസിഡന്റ് ആവണം, മോഡൽ ആവണം,
അല്ലേ? ചെസ് പ്ലെയർ. ചെസ് പ്ലെയർ ആവണം. Dancer. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഒരു ഇന്ത്യൻ പ്രസിഡന്റ് റാംബോ ഒക്കെ ചെയ്യുന്ന ഒരു സീൻ, അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എന്തായിരിക്കും ഞാൻ ആലോചിച്ചത് ഇവിടെ നിന്നിട്ട് അല്ലേ? ഓക്കെ, എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ ആ ആഗ്രഹത്തിലേക്കൊക്കെ എത്തട്ടെ കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ പെർഫോമൻസുകൾ നിങ്ങളെ രസം കൊള്ളിപ്പിച്ചില്ലേ? ഇനിയും കിടിലം പെർഫോമൻസുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 5ന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, ശുഭദിനം.